എക്സ്ക്യൂസ് മീ, യെസ്. ഒരു 100 രൂപയുടെ ചേഞ്ച് തരുമോ? രാമാനന്ദ പയ്യെന്നല്ലേ പേര്? അതെ. ഫാദറിന്റെ മൊസൈക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പൊ സ്വല്പ ഡള്ളാണ്. ആ, എന്താ ഫാദറിനെ അറിയോ? പിന്നെ അറിയുമോ, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ. ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലി എന്ന്. കഴിഞ്ഞ മാസോ? അതെ. അയ്യോ, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞല്ലോ. 4 വർഷം? ഓ മൈ ഗോഡ്, സമയം പോയോ പോക്കെ. ഇന്ന് അളന്നിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോഴാ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. ബൈ ദി മിസ്റ്റർ പൈ, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. എനി പ്രോബ്ലം വിത്ത് ഡീലിംഗ് ഓഫ് ഇറ്റ്? ഈ ലെഡ്ജർ ബുക്ക് ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകണമല്ലോ. അയ്യോ സാർ, ഇത് ഞങ്ങൾക്ക് ഡെയിലി യൂസിനുള്ളതാ. ആരും ഒരു കാര്യം ചെയ്യും, യെസ് സർ. യു ടേക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ. ഓക്കെ സർ. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ബുക്കുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ശരി സാർ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന വിവരം നിങ്ങൾ മാത്രമേ അറിയൂ. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് മീ. ശരി സാർ. താങ്ക് യു വെരി മച്ച്. ഹരി, മിസ്റ്റർ വിക്രം, now we will go to ഔസേപ്പച്ചൻസ് ഓഫീസ്. ഞാൻ വിക്രമല്ല സർ, വിഷ്ണു നമ്പൂതിരി. മേമന ഇല്ല. You go and get ready. Come on. നമസ്കാരം. വരണം വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ, വിത്ത് പ്ലഷർ. ഹലോ, ഐ ആം കൃഷ്ണൻ, ചീഫ് അക്കൗണ്ടന്റ്, കെ ഔസേപ്പാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. I am K. Seduramayar from CBI. ഓ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. No, Central Bureau of Investigation. ഇയാള് പറഞ്ഞത് തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂരും ഒന്നും അല്ല. ഐ ആം ഓൾസോ ഫ്രം CBI, സബ് ഇൻസ്പെക്ടർ വിക്രമൻ. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് എന്ത് പരിശോധിക്കണം. കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. യെസ് സർ. Sir, we have got a lot of problems from sale tax and income tax people. There was a raid last week. You know what happened? മിസ്റ്റർ കൃഷ്ണൻ, ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. അതാ കേൾക്കാൻ കുറച്ചുകൂടെ സുഖം. Yes, sir. I am coming to Malayalam. മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങളുടെ 87-88 ലെഡ്ജർ ബുക്കും ക്യാഷ് ബുക്കും എടുക്കുക. അത് ആഡിറ്റർ അടുത്ത് പോയിരിക്കുകയാണ് സാർ. നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ എടുപ്പിക്കണോ? വേണ്ട സാർ, ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക്. എന്നുവെച്ചാല് ഒന്നുമില്ലേ? അതോട് സർ, ചെക്ക് നമ്പർ 006848 ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കിൽ വരവ് വെച്ചിട്ടില്ല. സാർ, അത് പിന്നെ wait. You note that and seize the book. യെസ് സർ. എന്താ ഇവിടെ? ആരാ ഇവരെല്ലാം? CBI-കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പൊ ദേ നിങ്ങളും. വീട്ടിലായാലും ഓഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ പക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിൽ മരണം നടന്നു, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്. ഇന്ന് രണ്ടിലൊന്നറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? യെസ് സർ. ഒന്ന് മാറിയുന്നേ. മൊത്തം 3,60,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരവ് വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്. തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ, these people. ഈ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടിൽ. അതിനു മുമ്പ്
DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം? ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്ത് ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്. വരണം വരണം വരണം. ഇരുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. CBIക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? അത് പോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഒന്നും വേണ്ട. ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു. ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു. അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടറെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. കഷ്ട. മൊഴി വാമൊഴിയാണ്. ചിലപ്പോൾ തെറ്റാം, എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹൂ കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻ മൈ കൺക്ലൂഷൻസ്. ശരി സാർ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു. സാർ അത് വിട്ടുപോയി. എന്താ അത്? സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, DYSP ദേവദാസ് സാറല്ലേ? ഇത് അവസരപ്പച്ചനാന്നേ. ആ CBIക്കാരന്മാര് 2 ആൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ, എവരിതിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ആ ഡെമ്മി ഇങ്ങോട്ട് എടുക്കും. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്യൂ. വെയിറ്റ് ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്.
കീപ് ഇറ്റ് ലൈക്ക് എങ്ങനെ ലൈക്ക് ദാറ്റ് റെഡിയല്ലേ റെഡി സർ. കമാ വിക്രം മാർക്കറ്റ് യെസ് സർ. ഹരി ടേക്ക് ദ അതർ വൺ. ശരി സർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെയിരിക്കും അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ് ദെൻ റോൾ ഇറ്റ് റൈറ്റ്. സീ ദ ഡിഫറൻസ്. വിക്രം, യു നോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. ഡമ്മി ടു ഡമ്മി 4 feet. Dummy to the wall. First dummy. First dummy to the wall 12.5 feet. Second dummy to the wall 8 feet. How much is there? Dummy to dummy 4 feet. First dummy to the wall 12.5 feet. Second dummy to the wall 8 feet. Good. Over. Remove the dummies. Okay sir, remove it. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സർ. അപ്പോ അത് തന്നെ സർ. സാറേ, ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നോക്കും. ഹലോ, സാർ,